എങ്ങനെയാണ് ഒരു ദുരന്ത മുഖത്ത് നിന്ന് ആളുകളെ വഞ്ചിച്ചുകൊണ്ട് പണം പിരിച്ച് ഇങ്ങനെ അത് ദുരുപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്? യൂത്ത് കോൺഗ്രസും എത്ര വലിയ തൊലിക്കെട്ടിയാണ് ഈ മനുഷ്യർക്ക് എന്നുള്ളതാണ്. ഒരു ദുരന്തത്തിന്റെ പേരിൽ കേരളത്തിൽ നിന്നാകെ കോടാനുകോടി പിരിച്ച് അവസാനം ഒരു മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ ആ പണം ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് വരുന്ന ആക്ഷേപമാണ്. കോടാനുകോടി പിരിച്ചെടുത്തു, കണക്കില്ല, എവിടെ നടക്കുമെന്ന് അറിയില്ല, എപ്പോ തീരുമെന്ന് അറിയില്ല. ഇപ്പോ സതീശന്റെ യാത്ര മടക്കുമ്പോഴും അവന് കണക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ വയനാട്ടിലെ ജനങ്ങളെ ബി.ജെ.പിയും കോൺഗ്രസും മാരകമായി ഒരു ദുരന്ത മുഖത്താണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. എങ്ങനെയാണ് അതിന് സാധിക്കുന്നത്? എത്ര നമ്മള് ഒരുപക്ഷെ പരിചയമില്ലാത്ത മനുഷ്യർക്ക് പോലും ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മൾ വിങ്ങിപ്പൊട്ടിപ്പോകും. നമ്മൾ അത്ര ലോലഹൃദയരായിരിക്കുന്ന മനുഷ്യരാണ്. ഞങ്ങള് പൊതുപ്രവർത്തകരുമുള്ള മലയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്ന്, ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോകേണ്ടവരാണല്ലോ. മരണം, ദുരന്തം, കലാപങ്ങളിലെല്ലാം പോവുകയും അവിടുത്തെ ഇരകളെ കാണുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ സാധാരണ മനുഷ്യരാണല്ലോ. ഞാൻ പലപ്പോഴും കരഞ്ഞു പോവാറുണ്ട്. എന്താണ് നമുക്ക് നിയന്ത്രണത്തിനപ്പുറത്തുള്ള പല കാര്യങ്ങളും നടക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ദുരന്ത മുഖത്ത് നിന്ന് ആളുകളെ വഞ്ചിച്ചുകൊണ്ട് പണം പിരിച്ച് ഇങ്ങനെ അത് ദുരുപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്? എങ്ങനെയാണ് 2221 കോടി രൂപ ഒരു പ്രൊജക്ട് ഗവൺമെന്റ് സമഗ്രമായി സമർപ്പിച്ചിട്ടും ദിവസങ്ങളായിട്ടും ഒന്നും ചെയ്യാതിരിക്കാൻ ഒരു കേന്ദ്ര ഗവൺമെന്റ് സാധിക്കുന്നത്? അത്രമാത്രം മ്ലേച്ഛന്മാരാണ് ഇവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഞാൻ അഭിമാനകരം എന്ന് പറയുമ്പോൾ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആ വാക്ക് പ്രയോഗിക്കുന്നതിന് എനിക്ക് പരിമിതിയുണ്ട്. എങ്കിലും ഞാൻ പറയട്ടെ, ദുരന്ത പുനരധിവാസത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയിൽ ആകെ മാതൃകയായിരിക്കുന്ന ഒരു സംരംഭം ഉയർത്തിക്കൊണ്ടുവരുന്നതിന്, ഒരു ടൗൺഷിപ്പ് ഉയർത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാപിച്ചു എന്നത് ഏറ്റവും മഹത്തായ ഒരു നേട്ടമാണ്. മുണ്ടക്കൈയിലും ചുരൽമയിലും മരിച്ചു വീണ നിരവധി മനുഷ്യരുടെ സ്മരണ ഉണ്ടാകുമ്പോഴും ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അതാണ് LDFന്റെ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. നമ്മൾ പതറിയില്ല. ഓക്കിയും അതുപോലെ നിപ്പയും കോവിഡ് ഉൾപ്പെടെയുള്ള പല വ്യാധികൾ നമ്മളെ വേട്ടയാടിയപ്പോഴും, നേരത്തെ 2 പ്രളയങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും നമ്മൾ തകർന്നു പോയില്ല. ഇച്ഛാശക്തിയോടുകൂടി ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് നയിച്ചു എന്നുള്ളതാണ്. അതാണ് LDFന്റെ കരുതൽ എന്ന് പറയുന്നത്. ആ ടൗൺഷിപ്പ് ഇന്ന് ജാതകങ്ങളെല്ലാം കുറച്ചു നേരത്തിന് ശേഷം സന്ദർശിക്കാനും പോകുന്നു. ഞാൻ ആ പട്ടികയൊന്നും നീട്ടുന്നില്ല. ദുരന്ത ബാധിതരുടെ കടമെഴുതി തള്ളാൻ കേന്ദ്രത്തോട് പലതവണ അഭ്യർത്ഥിച്ചു, ഒട്ടേറെ തവണ കത്ത് കൊടുത്തു. പാർലമെന്റ് അംഗമെന്നുള്ളിൽ ഞങ്ങൾ എല്ലാവരും തന്നെ പലതവണ നേരിൽ കണ്ട് സംസാരിച്ചു. 18-20 കോടിയോളം വരുന്ന ഈ കടം എഴുതി തള്ളുന്നതിന് കേന്ദ്രത്തിന് വല്ല പ്രയാസം ഉണ്ടായിട്ടല്ല. നേരത്തെ അതിന് വകുപ്പുണ്ടായിരുന്നു. ഇപ്പോ നിയമത്തിൽ നിന്ന് ആ വകുപ്പ് തന്നെ എടുത്തു കളയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഗവൺമെന്റ് നിക്ഷേപിച്ചു. കേന്ദ്രം, ഈ ഗവൺമെന്റ് അതിനുള്ള തീരുമാനമെടുത്തു. ആ പട്ടിക ഞാൻ നീട്ടുന്നില്ല. ഇതെല്ലാം ചെയ്യുമ്പോഴും ചിലർ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് കേരളം കടക്കണിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. വളരെ തെറ്റായ ചില പ്രചാരണം നടത്തുകയാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ വലിയ കടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ബുദ്ധികളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതൊരു നുണപ്രചാരണമാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുത്താൽ കേരളം ഇന്ത്യയിൽ 17ഓ 18ആമത്തെയോ സ്ഥാനത്താണ് എന്ന വസ്തുത അവർ മറന്നു പോകുന്നു. കേരളം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പൊതുകടത്തിന്റെ അളവ് കുറഞ്ഞു വരുന്ന ഒരു സംസ്ഥാനമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവ ഞാൻ പറയുന്നതല്ല, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും, ഇത്രയേറെ ചേർത്ത് പിടിച്ചിട്ടും, ഇത്രയേറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും കേന്ദ്രം ഒരു രൂപ പോലും തരാതിരുന്നിട്ടും നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല.